നമസ്തേ. ഈ പിന്നോക്ക സമുദായക്കാരോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാരോ അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? പിന്നോക്കക്കാരൻ വന്നു കഴിഞ്ഞാൽ പിന്നോക്കക്കാരൻ്റെയോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർ വന്നു കഴിഞ്ഞാൽ ആ, അവരുടെയോ പ്രശ്നങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടെ പരിഹരിക്കപ്പെടുമോ? അതിനുവേണ്ടി ഇവരെയൊക്കെ ആ പേര് പറഞ്ഞ് സംഘടിപ്പിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നേതൃസ്ഥാനത്ത് വരുന്നവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നത് പോലെ ഇവരുടെ ആരുടെയും പിന്നോക്കക്കാരൻ്റെയോ അതുപോലെ തന്നെ പട്ടികവർഗക്കാരൻ്റെയോ അവസ്ഥ ഒട്ടും മെച്ചപ്പെടാൻ പോകുന്നില്ല. അതിന് നല്ലത് മറ്റുള്ളവർ അധികാരത്തിലിരിക്കുന്നതാണ്. കാരണം ഇതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ ഭാരതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് ആ കുടുംബം തന്നെ അവരൊക്കെ വന്ന യാദവന്മാരുടെ പേര് പറഞ്ഞ് അവരെ സംഘടിപ്പിച്ച് അവരുടെ ക്ഷേമത്തിന് വേണ്ടുന്ന പേര് പറഞ്ഞ് അങ്ങനെ അധികാരത്തിൽ വന്നവരാണ്. അവസാനം എന്തുണ്ടായി? അതായത് സംസ്ഥാനത്തിൻ്റെ സ്വത്തുക്കൾ അവരും ലാലുവും കുടുംബവും കൂടെ അടിച്ചു മാറ്റി. ഈ പാവങ്ങളുടെ ശക്തി അവർ കവർന്നെടുത്തു. ആ ശക്തിയുടെ പേരിൽ അവർ കാശുണ്ടാക്കി, അവർ നേട്ടങ്ങളുണ്ടാക്കി. അതുപോലെ തന്നെ യു പിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ യു പിയിലെ വനിത ആദ്യത്തെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ മായാവതി എന്താ ചെയ്തത്? മായാവതി അവരുടെ നേതാവിൻ്റെയും തൻ്റെയും പ്രതിമ, ആനയുടെ പ്രതിമ, അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയുടെ പ്രതിമ ഒക്കെ നാട് മുഴുക്കെ ഉണ്ടാക്കി വെച്ചു. അവരുടെ ആൾക്കാരും ഇതുപോലെ തന്നെ അവരുടെ സ്വന്തക്കാർ, അവർ കല്യാണം കഴിച്ചതല്ല, അതുകൊണ്ട് അവർക്ക് മക്കളില്ല, അവരുടെ സ്വന്തക്കാരും അവരുടെ ശിൽബന്ധികളും പൈസ ഉണ്ടാക്കി. ഇനി അഖിലേഷ് യാദവ്, മുലായം സിംഗ് യാദവ്, ഇവരെല്ലാം ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ജാതിയുടെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ആ ജാതിക്കാർക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇപ്പം ഒരു ജാതി സെൻസസ് നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തട്ടിപ്പോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ. അവരത് നടത്തുകയും ചെയ്തു. ഇനി കേരളത്തിൽ വന്നു കഴിഞ്ഞാലോ, ഇവിടെ തൊഴിലാളികളുടെ പേര് പറഞ്ഞിട്ടാണ് ആളുകൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. തൊഴിലാളികൾ എങ്ങനെ മെച്ചപ്പെട്ടെന്നാണ്. തൊഴിലാളികൾക്ക് ഇന്നും അവർ തൊഴിൽ ചെയ്യുന്നു, ജീവിക്കുന്നു. തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആകെ കൂടെ ഒരു പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഭൂപരിഷ്കരണ നിയമമാണ്. അത് തന്നെ അപൂർണമാക്കി നിർത്തിയിരിക്കുകയാണ്. നേരത്തെ എവിടെയും ആളുകൾ കിടപ്പ് അനുവദിക്കുമായിരുന്നു. ഇപ്പം 10 സെൻറ്റ് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് ആരും കുടികിടപ്പ് അനുവദിക്കത്തില്ല. അതുമാത്രമല്ല, അതിനുള്ള ഭൂമിയും കേരളത്തിലില്ല. ഇപ്പം വരുന്ന കാലത്ത് ഇങ്ങനെ ആളുകൾക്കൊക്കെ നൽകാനുള്ള ഭൂമി കേരളത്തിലില്ല. ഇതല്ലാതെ വേറെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ചുമട്ടു തൊഴിലാളി നിയമം. അത് ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന നിയമമായിപ്പോയി. തൊഴിലാളികളുടെ സ്വേച്ഛാധിപത്യം, തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന പോലെ കേരളത്തിൽ തൊഴിലാളികളുടെ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിച്ച ഒരു നിയമമാണ് ഈ ചുമട്ടു തൊഴിലാളി നിയമം. അത് വന്ന കാലത്ത് അവരവർക്ക് ഒരാൾക്ക് തൻ്റെ ഒരു ലഗേജ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, തൻ്റെ ഒരു ലഗേജ് എടുത്ത് ഒരു വണ്ടിയുടെ മുകളിൽ ഇടാൻ പറ്റത്തില്ല. അത് നിങ്ങളിട്ടോ, പക്ഷെ കൂലി നിങ്ങൾക്ക് തരണം. അങ്ങനെയാണ് നോക്കുകൂലി എന്ന് പറയുന്ന സമ്പ്രദായം ഉടലെടുത്തത്. ഇപ്പോഴും നോക്കുകൂലി നിലനിൽക്കുന്നു. അതിനെ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർ ന്യായീകരിക്കുന്നു. ഈ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർ ഇവരുടെ ഈ തൊഴിലാളിയുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നു. അങ്ങനെ പണമുണ്ടാക്കിയതിൻ്റെ ചരിത്രം നമുക്ക് ഇഷ്ടം പോലെ അറിയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതാക്കന്മാരാരും ഒരു പണിയും ചെയ്തതായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്. അവരുടെ മക്കളെ വലിയ ഉന്നത വിദ്യാഭ്യാസം നൽകി അവർ വിദേശങ്ങളിൽ അയച്ച് പഠിപ്പിച്ച് ജോലിയൊക്കെ ആക്കി കൊടുക്കുന്നു. പക്ഷേ പാവങ്ങളുടെ പിള്ളേർ ഇവിടെ സാധാരണ സ്കൂളിൽ പഠിച്ച് ഭാവി നശിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ആരും ആരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് അവരവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരവർ പരിശ്രമിക്കണം.
ഈ ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് വരുന്നവരെ ആരെയും വിശ്വസിക്കരുത്. തട്ടിപ്പ് പ്രസ്ഥാനക്കാരാണ്. ഇവിടെ ഒരുപാട് തട്ടിപ്പ് പ്രസ്ഥാനക്കാർ ഡെയിലി ഇറങ്ങുന്നുണ്ട്. ടോട്ടൽ ഫോർ യു, ഇപ്പോൾ ഹൈ റിച്ച്, എല്ലാം പൈസ അതിനകത്തൊക്കെ ചെന്ന് വീഴുന്ന മലയാളികൾ കഷ്ടം എന്നല്ലാതെ എന്താ പറയുന്നത്. എത്ര അനുഭവം ഉണ്ടായാലും ആട് എന്താണ് തേക്ക് മാഞ്ചിയം അങ്ങനെയൊക്കെ എന്തെല്ലാം തട്ടിപ്പുകൾ ഈ കേരളത്തിൽ നടന്നു. എന്നാലും ഇനിയും നമ്മൾ പോകും. 10 പൈസ അധികം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കും. അവസാനം ഉള്ളതെല്ലാം പോകും. എല്ലാം കൊണ്ടുവന്ന് ഒരു ശതമാനം 2% ഇൻട്രസ്റ്റ് കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ആ കരുവന്നൂർ ബാങ്കിൽ കൊണ്ട് അവിടെ കൂടുതൽ നിക്ഷേപങ്ങൾ ഉള്ളതെല്ലാം ജീവിതത്തിൻ്റെ സമ്പാദ്യമല്ല അവിടെ കൊണ്ടുവന്നിടുന്നു. എന്നിട്ട് അവസാനം ചികിത്സിക്കാൻ പണം കിട്ടുക, നരകിച്ച് മരിക്കുന്നു, ആത്മഹത്യ ചെയ്യും. എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്ന് ആലോചിക്കണം. എന്നാലും മലയാളി പഠിക്കത്തില്ല. നാളെ യവന് ഇത് തന്നെ ചെയ്യും. മലയാളികളെ, നിങ്ങളുടെ ഗതി ഇത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ പാഠം പഠിക്കണം. നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി, നിങ്ങളുടെ സുഖത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം. ആരെയും വിശ്വസിക്കരുത്. ആരും നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കി തരത്തില്ല. ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വന്നവരുടെയൊക്കെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. അവരെല്ലാം അവരുടെ കാര്യം നോക്കി, അത്ര തന്നെയാണ്. ഒരു നേതാവും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായിട്ടുള്ള കുറേ നേതാക്കന്മാരുണ്ട്. അവർ കുടുംബം പോലും വേണ്ടെന്ന് വെച്ചിട്ട് രാജ്യത്തിന് വേണ്ടി സ്വയം അർപ്പിച്ചവരുണ്ട്. അവരെ വിശ്വസിക്കൂ. സ്വന്തമായിട്ടൊരു പൈസ ഉണ്ടാക്കാത്തവരുണ്ട്, അവരെ വിശ്വസിക്കൂ. അല്ലാതെ ഈ ഒരു പൈസയുടെ ആസ്തിയില്ലാതെ രാഷ്ട്രീയത്തിൽ വന്ന് ഒരു പണിയും ചെയ്യാതെ കോടികളുടെ ആസ്തി ഉണ്ടാക്കിയ ഈ കള്ളന്മാരെ വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.